ഹലോ കൂട്ടുകാരെ, അപ്പോ എല്ലാവർക്കും ഈദ് മുബാറക്ക്, ചെറിയ പെരുന്നാൾ ആശംസകൾ. നമ്മളങ്ങനെ നാസിയുടെ വീട്ടിൽ എത്തിയിരിക്കുക. ഓ ഹായോട് ഗബ്രൂസ്, ഹായോട് ഹായോട് നമ്മളെല്ലാരും ഇവിടെ ഇരിപ്പുണ്ട്. ഡോറ ഇവിടെ ഇരിപ്പുണ്ട്. ഉമ്മ അപ്പുറത്തോട്ട് പോയി. അപ്പൊ പറഞ്ഞോ നീ പറ. അല്ല, പെരുന്നാൾ നിങ്ങളുടെ ഇല്ലേ, നിന്റെ വിശേഷങ്ങൾ പറ. വിശേഷങ്ങൾ എന്താണ്? നമ്മൾ പള്ളിയിൽ പോയി നമസ്കരിച്ച് വന്ന് ഇവിടെ ഇരിക്കുന്ന കാപ്പിയൊക്കെ കുടിച്ചിട്ട് പൂച്ചയായി. ഉച്ചയ്ക്ക് നമുക്ക് ബിരിയാണി ആരാ വെച്ചേ? ഷെമിയുടെ ബിരിയാണിയൊക്കെ, ഷെമി ബിരിയാണിയൊക്കെ വെച്ചേക്കുക. മോളെ എത്ര വട്ടം ബിരിയാണിക്ക് കുറ്റം പറഞ്ഞോ? അശ്വതിയും മിനോയും പരീക്ഷിക്കാനാണ്. പറഞ്ഞില്ല, വെള്ളം പറയരുത്. ഇതുവരെ നമ്മള് കുറ്റം പറഞ്ഞില്ല. നീ വീട്ടിൽ പായസം റേഷനരി കഞ്ഞി ഓണത്തിന് ഇവ ഓണത്തിന് വിളിച്ചിട്ട് റേഷനരി കഞ്ഞി വെച്ചത് എനിക്ക്. പിന്നെ മിനോയ്ക്ക് തന്നെ കുഴപ്പമില്ല, പരീക്ഷണം. കാണാം കാണാം. എന്തേ നമ്മള് നമ്മുടെ നാസിയുടെ കസിന്റെ വീട്ടിലാണ് കേട്ടോ. ഇത്തായിക്കാണെങ്കിൽ വരാൻ നാണക്കേടാണെന്ന്. ആപ്പിൾ ചാമ്പാണ്. ഡോറയ്ക്ക് ഭയങ്കര ആഗ്രഹം കാണാൻ വേണ്ടിട്ട്. കഴിഞ്ഞ പ്രാവശ്യം പിച്ച് തന്നെ ഞാൻ മറന്നുപോയി കൊണ്ടുകൊടുക്കും. നോയമ്പും തിരക്കായിട്ട് നോയമ്പ് പിടിച്ചിട്ട് വന്ന് കുഴഞ്ഞു വരുമ്പോ കോഴിക്കോട് അടിക്കാൻ അടിക്കാൻ ചെല്ലുമ്പോ ഇവിടുത്തെ ഇറങ്ങി പോകും. ഇത് നമ്മുടെ റെജിനാത്തയുടെ വീട്ടിലെ പൂന്തോട്ടത്തിന്റെ ആട്ടോ. ഉണ്ടല്ലേ, ഭയങ്കര കളക്ഷനാ ഇതിന്റെയൊക്കെ. ഷെമിയേ എന്തുവാ എന്തോ വേണം പറ. റോയൽറ്റിയോ? കസിൻ കേട്ടോ. ഇല്ല, കളറാ. ഇത് കളറില്ലാത്ത പച്ചയാ, മറ്റേ ചോപ്പ് ഐറ്റം അല്ലേ ഇത്. ഇതിലേ പോ, ഇതിലേക്കൂടെ വേണം കയറി. അതാ ഇതിലേം വരായിരുന്നു. ഇതാണ് ആപ്പിൾ ഷാമ്പു. ഇതെല്ലാം പൊഴിഞ്ഞു വീഴുന്ന ചൂടിന്റെ ആയിരിക്കും. പൊഴിഞ്ഞു കിടക്കുക ചൂടിന്റെ. ഇത് മറ്റേ ചോപ്പല്ലേ, ഗ്രീനാ കേട്ടോ. ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. ഞാൻ അന്ന് വന്ന ഇവിടെ എല്ലാം പിടിച്ചിടപ്പുണ്ടായിരുന്നു. ഞാൻ വന്നതിന്റെ അന്ന് ഇഷ്ടംപോലെ ഉണ്ട്. പക്ഷെ സംഗതി ചൂടടിച്ചിട്ട് എല്ലാം പൊഴിഞ്ഞു പോയി. അതെ, ചൂടിന്റെ കൊലകുത്തി കിടന്ന താഴെ വരെ മുട്ടി കിടന്ന ചൂടായ ചെറുതല്ല. നിങ്ങൾ ഈ ചാമ്പ കണ്ടിട്ടുണ്ടെങ്കിൽ പറയണേ. എല്ലായിടും ഉണ്ട്. തേൻ ചാമ്പയെന്നും പറയത്തില്ല ഇതിന്. തേൻ ചാമ്പയൊന്നും ഞാൻ കേട്ടിട്ടില്ല. അങ്ങനെയാണ്ട് പറയും. പുതിയ പേരൊന്നും കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇത് കഴിച്ചത് ഇത് അത്യാവശ്യം വളഞ്ഞാണോ തോന്നുന്നത്. ഇത് വളഞ്ഞല്ലേ? ഇത് വളഞ്ഞ അതിന്റെ അപ്പുറത്തേക്ക് നമ്മൾ റജിനാത്തോടെ മോള് കേട്ടോ. എങ്ങനുണ്ട്? ഉമ്മായ കാണില്ല, ഉമ്മായ പ്രത്യേകം കാണിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതണ്ടാ നമ്മുടെ റെജിനാത്ത നല്ല രീതിയിൽ ഈ കൃഷികളൊക്കെ ഉണ്ടല്ലോ, നല്ല മക്കളെ നോക്കുന്നോണൊക്കെ നോക്കുന്നത്. അതിന്റെ ഉണ്ടാ അത് സപ്പോർട്ടാ. ഇവിടെ എല്ലാം അങ്ങനെ തന്നെ കേട്ടോ. ഇവിടെ എല്ലാം ചെടികളാണ്. അതെ, ഇതെല്ലാം എടുത്ത്. റെജിനാത്ത, ഇതെങ്ങനെ ഇത്തായെ കൊണ്ട് സാധിക്കുന്നു? 2 വാക്ക്. ഇതൊക്കെ ചെടിയുടെ ആത്മാർത്ഥമായിട്ട് നോക്കിയാൽ മതി. എടുത്തത് കുറച്ചുകൂടെ വെളുപ്പിച്ച് ചേർത്തു. ഇത് നമ്മുടെ റെജിനാത്തയുടെ ട്യൂഷൻ സെന്റർ ആട്ടോ. ഇതാണ് റെജിനാത്തയുടെ ട്യൂഷൻ സെന്റർ. 2 ഡെസ്ക് 4 ബെഞ്ച്. നേരത്തെ ഇവിടെ വെച്ചായിരുന്നു നേരത്തെ ട്യൂഷൻ എടുത്തോണ്ടിരുന്നത്. ഇപ്പൊ ഇങ്ങോട്ടേക്ക് മാറി അല്ലേ? പൊട്ടിപ്പോകണ്ട.
നീ ഇരുന്നാലപ്പോ പൊട്ടുമായിരിക്കും. നിങ്ങളൊക്കെ പാവണ്ട് പറഞ്ഞ് പൊട്ടിക്കല്ലേ. ഹൈറ്റ് കാണണം. ഞാനൊക്കെ ഒന്ന് ഇരിക്കണ്ടേ ഇതിനകത്തോട്ട്. ഇയാൾക്ക് ഇരിക്കാൻ വേണ്ടിട്ട് ഇയാളെ വീട്ടിൽ കെട്ടണം. വീടോടാന്നല്ല ഇരിക്കുന്നൊക്കെ ഇവിടെ ആയാലും മതി. അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ വ്ളോഗ്. എവിടെ ഇരിക്കുക? ആരോട് ഇരിക്കുക? അപ്പൊ ഇത്രയും എടുത്തോ? ഇത്രയും എടുത്തോ? നേരത്തെ അത്ര എടുത്തതോ? ഇത്തിരി വയറിലാവട്ടെ. ഗബ്രിച്ചായി വീട് വരുമ്പോ റജിനാത്ത കണ്ണെളിച്ചോണ്ടിരിക്കുന്നത്. നമ്മുടെ റെജിനാത്തയുടെ കുട്ടികളുടെ പ്രൈസുകളാട്ടോ ഇതെല്ലാം ഇരിക്കുന്നത്, സമ്മാനങ്ങള്. അതിന്റെ ഇടയിൽ കൂടെ തന്നെ റെജിനാത്ത ഇങ്ങോട്ട് പ്രത്യേകം പറഞ്ഞിട്ട് മീനിന്റെ വീഡിയോ എടുക്കണമെന്ന്. വേണോ? ഇഷ്ടപ്പെട്ടാ? രണ്ടെണ്ണം വെട്ടി വറുത്തു. ഇത് എന്തിനൊക്കെ കിട്ടിയതാ അവാർഡുകള്? എന്തിന്റെ സ്പോർട്സാ? ഫുട്ബോൾ ഉണ്ട്, അത്ലറ്റിക്സ് ഉണ്ട്, പിന്നെ ഇളയ മോഡ ഉണ്ട്. അവർക്ക് പിന്നെ പഠിക്കുന്നതിന് കിട്ടിയതാണ്. കൂടുതലും ദിയാടതാണ്, സ്പോർട്സിന് പോയി കിട്ടിയതാണ്. ഇനി രണ്ടെണ്ണോടെ കിട്ടി കഴിഞ്ഞാൽ അക്കൂറി എടുത്ത് മാറ്റാം. സ്ഥലമില്ല. മിടുക്കികള് പിന്നെ ഒരു വീട്ടിൽ കണ്ടില്ലല്ലോ. എന്നിട്ട് എന്റെ വീട്ടിൽ ഇരിപ്പുണ്ട് സർട്ടിഫിക്കറ്റുകൾ. ഫുട്ബോളിന്റെ സ്റ്റേറ്റ് പ്ലെയറാണ്. പിന്നെ അത്ലറ്റിക്സിന് ജില്ല വരെ പോയിട്ടുണ്ട്. പിന്നെ ആലപ്പുഴ ജില്ലാ ടീമിന്റെ വൈസ് ക്യാപ്റ്റൻ ആയിരുന്നു അവൾ. ആ മിടുക്കിയാണ് നേരത്തെ നമ്മള് കണ്ടത്. ഇനി ഒരാളും കൊണ്ടുണ്ട്. ഇതിലെന്ത് ഇളയാളില്ല. എല്ലാം പറയട്ടെ. അയ്യോ ഞാൻ പറയാൻ പറഞ്ഞു. രണ്ടെണ്ണം എനിക്ക് കിട്ടിയ ഇത്തവണ വിഷമം മാറാം. ഏതൊക്കെ കിട്ടിയത് പറ പെട്ടെന്ന് പറ. ഇത് ഏതാ കാണീര്? ഏതാന്ന് കാണീര്? ഈ പേരില്ലാത്ത രണ്ടെണ്ണം. രണ്ടെണ്ണം എന്തിന് കിട്ടിയത്? അതെന്താടാ കിസ് മത്സരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില്ലറ കാര്യമൊന്നും. ഞാൻ വിചാരിച്ചല്ലോ ഓട്ടത്തിനെ. നമ്മുടെ ഷെമി പപ്പടം അച്ചാറെടുക്കല്ലേ? അച്ചാറിടുക, പപ്പടം പൊരിക്കാനായിട്ട് പോകുന്നു. അച്ചാറെടുക്കുന്ന ഉമ്മ നാട്ടെ പപ്പടം കുളിക്കാൻ. പേടിതാ ഇവനെ ഉമ്മ വാരി കഴിക്കുന്നുള്ള. അങ്ങനെ ഉമ്മ അച്ചാറൊക്കെ കറി പോലെ കഴിക്കുന്നല്ലോ. ഒന്നാമത് ബിപിയുടെ 2 ഗുളിക വെച്ചാ കഴിക്കുന്നത്. 3 ഗുളിയാട്ടാ. ഇപ്പൊ 3 ഗുളിയാ. അതിനെ പറഞ്ഞില്ല. അടിപൊളി. ഞാൻ എന്തായാലും ഇച്ചിരി മീൻ കൊണ്ടുവെക്കുമ്പോ ഉണക്കിയിട്ട് വറുത്ത് ഈ കബോർഡിന്റെ അടിയിലൊക്കെ കയറ്റി വെച്ചിട്ടാ തിന്നത്. ഉണക്കമീൻ തിന്നണം. അസുഖമുള്ളവർ തിന്നണോ? അങ്ങനെ അച്ചാർ റെഡിയായി. നമ്മുടെ ബിരിയാണി പെരുന്നാൾ അപ്പുറം പൊതിക്കാൻ പോവുകയാണ്. വെപ്രാളം പിടിക്കണ്ട. സമാധാനം. ഷെമിയുടെ ബിരിയാണിയാണ്. നല്ല സലാഡ് അച്ചാറെല്ലാം സെറ്റായി. സലാഡ് നല്ലല്ലോ പറയുന്നത്. സലാഡ് എന്ന് പറയുന്നത് തൈര് ഒഴിക്കുന്നത്. അങ്ങനെ ഉണ്ടല്ലോ. അല്ല, സലാഡ് തന്നെയാണ് പറയുന്നത്. അത് 2 രീതി വെക്കും. തൈര് ഒഴിച്ചുമ്പോ തൈര് ഒഴിക്കാതെ നോക്കും. അങ്ങനെ ഉമ്മയുടെ പപ്പടം പൊള്ളിക്കാൻ പോകുന്നു. ബിരിയാണി ഇതിലല്ലേ? വേണ്ട, അതിന്റെ ആസി ഉദ്ഘാടനം ചെയ്യാൻ. ഞാൻ വരാം, ഞാൻ പൊട്ടിക്കാം. ഓ നമ്മുടെ നാസി ആണെങ്കിൽ ബിരിയാണി ചെമ്പ് പൊട്ടിക്കാൻ പോവാ. എന്താ കട്ട് ചെയ്തു? അങ്ങനെ പാത്രങ്ങളൊക്കെ എടുത്ത്
അതൊന്നും കുഴപ്പമില്ല. ഇത് അടുക്കള പിന്നെ പാചകം ചെയ്യുന്നില്ലേ. ആ ബാ ആ നമുക്ക് ബിരിയാണി ഒട്ടിക്കാം. ഷെമിയുടെ ബിരിയാണിയാണ്. കണ്ടിട്ട് അടിപൊളി ബിരിയാണി. എന്താ കണ്ടിട്ട് അടിപൊളി ബിരിയാണി? ആ ഭംഗിയുണ്ട്. ഇനി കഴിച്ചു നോക്കുമ്പോൾ ബാക്കിയും കൂടെ നമുക്ക് നോക്കാം. ഞാൻ ലാസ്റ്റ് ഇവരുടെ വീട്ടിൽ നിന്ന് ബിരിയാണി കഴിക്കുന്നത് വാപ്പ വെച്ച ബിരിയാണി ആയിരുന്നു. ഓർമ്മയുണ്ടോ നിനക്ക്? ഷെമിയുടെ വാപ്പ വെച്ചല്ല, നമ്മുടെ വാപ്പ വെച്ചത്. നമ്മുടെ വാപ്പ വെച്ച ബിരിയാണി ഓർമ്മയില്ലേ? ഞാനും രാഹുലൊക്കെ വന്ന് കഴിച്ചത്. ആ എവിടെ? നമ്മുടെ കോഴിക്കോട് വെച്ച്. കോഴിക്കോട് വെച്ചാ ഉമ്മായിക്ക് ഓർമ്മയുണ്ട്. നാസിന്റെ ആപ്പ ഇങ്ങളെ എന്താ പിന്നെ അടിപൊളി റൈസ് ചെറിയ. പിന്നെ നാസിന്റെ ആപ്പാന്ന് പറയാൻ മനസ്സിലാകുന്നുണ്ട്. ആൾക്കാരെന്താ അത്രയ്ക്ക് പൊട്ടന്മാരാണ്. ആ ഒരു വാക്ക് തെറ്റിപ്പോടെ ഇളകി വിടറേ. താഴെ ഇട്ടല്ല കയ്യിൽ നിന്ന് പോയതാ. ചെറിയ അടങ്ങ്. നമ്മൾ ആദ്യം നടക്ക് ബ്രൂസിന് ചോറിട്ട് കൊടുക്കട്ടെ. ചൂട് ചെറിയ ചൂടുണ്ട്, കുഴപ്പമില്ല. ഫാൻ ഓഫ് ആണോ? ഫാൻ ആരാ ഓഫ് ചെയ്തത്? മതിയല്ലോ, നോക്കിട്ട് പറഞ്ഞാൽ. നിങ്ങളാരും ഇരിക്കുന്നില്ലേ? അങ്ങനെ വേണ്ടേ എല്ലാരും ഇരുന്ന്. ഉമ്മ ആണെങ്കിൽ ഉമ്മയുടെ ഇഷ്ടപ്പെട്ട സ്ഥലത്ത് ഉമ്മ ഇരിക്കും. കഴിക്കത്തില്ല പണ്ടോട്ടെ. ഓ ഡി ജാനു പെട്ടെന്ന് അങ്ങോട്ട് വിളമ്പ്. നിനക്ക് എന്തിത്തരം താമസം? നിന്റെ റേഷനറി കഞ്ഞിയല്ലേ ഇത്? റേഷനറി കഞ്ഞി എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ചേർത്താനാണ്. എനിക്ക് ഒരു ചേത്തോടില്ല, എനിക്ക് ഇഷ്ടം അത്. നിനക്ക് ഇഷ്ടമാ അത്? ബാക്കിയുള്ളവരൊക്കെ ഉണ്ട് ആ കഞ്ഞി പായസം എന്ന് പറഞ്ഞ തീറ്റിച്ചപ്പോഴും. എന്തൊക്കെയാടാ വിഭവങ്ങള്? ഇത് അച്ചാറ്, സലാഡ്, പപ്പടം, ചോറ്, കറി. ബീഫാ. കറി ആരാ വെച്ചേ? കറി ഷെമിയും രണ്ടുപേരും കൂടെ എല്ലാരും കൂടെ ചോറാണോ വെച്ചത്? ഉമ്മാടെ ചില സമയത്തെ കറി അടിപൊളിയാ. സെറ്റ് കറി ഉമ്മാടെ. അത് മത്തി അന്ന് ഇത് ചെയ്തായിരുന്നു, കുഞ്ഞമ്മത്തി. അതിനെ ചോറ് വിളമ്പിക്കൊണ്ടിരിക്കുകയാണ്. ഡീ എങ്ങനെയുണ്ട് കഴിച്ചിട്ട്? കഴിച്ചില്ല, കറി വിളമ്പില്ല. അതിനും എന്ത് പാടാ സൂപ്പറാണോ? സൂപ്പറാണോ? ഇച്ചിരി ചോറിനകത്തോട്ടേക്കണേ. സൂപ്പറാണോ? കൊച്ചിന് കൊടുത്തിട്ട് ബീഫ് കഴിക്കാമല്ലോ, കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ എല്ലാം ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. നീ എന്താടാ എന്റെ കൊച്ചിന് കൊടുക്കാൻ ബീഫ് കറി? ഏടാ ഞാൻ ചാറ് വെച്ചിട്ട് ചാറ് അശ്വതിനകത്തോട്ട് ഇട്ടേ. നമ്മൾ ചാറ് ഇനി കഴിച്ചു നോക്കിട്ട് എങ്ങനെ ഉണ്ട് പറ, പെട്ടെന്ന് പറ. ഉണ്ട്. അങ്ങനൊന്നും ഇല്ല. കുറച്ച് പപ്പടം ഇതിനകത്തുള്ളത് എടുക്കുക, ഇച്ചിരി ബീഫ് കഷ്ണം എടുക്കുക, കുറച്ച് അച്ചാർ തൊടുക. കുലിക്ക സർവ്വതന്നെ എന്താ എങ്ങനുണ്ട്? കറി അടിപൊളി. ഇവിടെ വെച്ചാൽ മതി. അതിൻ്റെ ഇങ്ങനത്തെ ഇങ്ങോട്ട് വെച്ചാൽ നടക്ക്. ശരി, ഒരു കപ്പിനകത്ത് വെള്ളം ഒഴിച്ചുകൊണ്ടാകും. ഷെമി നിന്റെ ബിരിയാണി എങ്ങനെയുണ്ട്? നീ തന്നെ പറ. ഞാൻ വെച്ചോണ്ട് പറയല്ല, തല്ലേ ഇവനോട് പറയുന്നു കേക്കട്ടെ. ഇച്ചിരി ഉറക്കെ പറ.
ഇനി എനിക്കുള്ളത് ഇവിടെ ഉണ്ട്, ഞാനിവിടെ ഇരിക്കട്ടെ. ചിരിക്കേണ്ട, സ്മൈല് മാത്രം മതിയെന്നോ? ഷെമി, നീ എന്ത് പറഞ്ഞു? ചിരിക്കേണ്ട, സ്മൈല് മാത്രം മതിയെന്നോ? അപ്പൊ ഇതാണ് നമ്മുടെ നാസിയുടെ ഇത്തായും മക്കളും. നിന്റെ പേരെന്തുവാ? ഇതെന്താ വലയ്ക്കാത്തിട്ട് മീൻ പിടിക്കുന്ന? ഇത്തായും വ്ളോഗൊക്കെ ചെയ്യുന്ന കേട്ടോ. കാണിച്ചാണ്ട് നീ കയ്യൊന്ന് മറ്റേ ഷെമി കൊള്ളാട്ടോ.